ഹേയ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. നാട്ടിലിപ്പോൾ എല്ലായിടത്തും ഭയങ്കര മഴ ആണല്ലേ. അല്ലെങ്കിൽ ഇപ്പം ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട്. മഴയാണെങ്കിൽ അതിശക്തമായ അങ്ങനെ നമ്മളെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ ഇപ്പോൾ ഭയങ്കര എക്സ്ട്രീം ആണല്ലേ. എന്തായാലും ആർക്കും വലിയ ബുദ്ധിമുട്ടുകളോ ആപത്തുകളോ ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ പെരുപരുത്ത മഴയാണ്. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് നോമ്പായതുകൊണ്ട് രാവിലെ ഞാനങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ക്ലിനിക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന്. അങ്ങനെ ഒരു ചെറിയ പൊതി ചിക്കൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ നേരെ ക്ലിനിക്കിലേക്ക് പോയിട്ടാണ്. എൻ്റെ ക്ലിനിക്കിലെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഞാൻ ആദ്യം ഷെഡ്യൂൾ ചെയ്യണം കേട്ടോ. മോസ്റ്റ്ലി എല്ലാ പ്രൊസീജിയേഴ്സും എനിക്ക് 2-3 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഒരു ദിവസം ഒരു 1-2 കേസൊക്കെ കൊടുക്കാറുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ ആകെ ഒരു കേസ് മാത്രമേ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ ചെയ്യുന്നത് ഒരു ഹെയർ PRP ആണ് കേട്ടോ. സിവിയർ ഹെയർ ഫോൾ ഉള്ളവർക്കും അതുപോലെ ഹെയർ തിന്നിങ് ഉള്ളവർക്കൊക്കെ ആണ് കേട്ടോ നമ്മൾ ഹെയർ PRP ചെയ്യുന്നത്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ അത്. അങ്ങനെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയപ്പോഴും നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് കറിവേപ്പില പറിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. തലേ ദിവസം വൈകുന്നേരം തുടങ്ങിയ മഴ അന്ന് രാത്രി ഫുള്ള് പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് അപ്പുറത്ത് ഒക്കെ പോയി നോക്കിയപ്പോൾ അപ്പുറത്ത് ഒരു 3-4 വീട്ടിലേക്കൊക്കെ പോകുന്നൊരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ഒന്നും വെള്ളം താന്നിട്ടേ ഇല്ല. അവർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു രീതിയിൽ അവിടെ ഫുള്ള് വെള്ളമുണ്ട്. ഇവിടെ ചില ഭാഗങ്ങൾ ഭയങ്കര താഴ്ന്നിട്ടാട്ടോ. അപ്പോൾ ഒരു നിർത്താതെ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ വെള്ളം പൊങ്ങും. ഇവിടെ മാത്രമല്ല കേട്ടോ, അപ്പുറത്തും ഉണ്ട് ഒരു ഇടവഴി. അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്തേക്ക് പോയി. കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴൊക്കെ നമുക്ക് ഈ റോഡൊന്നും കാണാനേ ഇല്ലായിരുന്നു. ഞങ്ങൾ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഒരു തോട് ഒഴുകുന്ന മാതിരി ഫുള്ള് വെള്ളമായിരുന്നു. പിന്നെ ഈ ഇടവഴി ഫുള്ളായിട്ട് നിറഞ്ഞിട്ടില്ല, എന്നാലും വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യണുണ്ട്. അപ്പോൾ ഇനിയും നിർത്താണ്ട് മഴ പെയ്യുകയാണെങ്കിൽ ഈ വഴിയൊക്കെ ഫുള്ള് വെള്ളമാവും. അങ്ങനെ കറിവേപ്പില പറിക്കാൻ വന്ന ഞാൻ അപ്പുറത്തെയും ഇപ്പുറത്തെയൊക്കെ ഇടവഴിയിലൊക്കെ നോക്കി നിന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ നൈബറിനെ കണ്ടു. അപ്പോൾ കുറച്ച് നേരം അവരടുത്തും സംസാരിച്ചിരുന്ന് അങ്ങനെ സമയം കുറച്ച് പോയിട്ടോ. അപ്പോൾ ഇനി വേഗം പോയിട്ട് എന്തെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്യണം. കാരണം നോമ്പായതുകൊണ്ട് ആ സമയത്തേക്ക് വേഗം എന്തെങ്കിലുമൊക്കെ ആയിട്ട് റെഡി ആക്കണമല്ലോ. പോയിട്ട് വേണം എന്താ ഉണ്ടാക്കണ്ടേന്ന് തീരുമാനിക്കാൻ കേട്ടോ. പിന്നെ ഒരു ഐറ്റം ഓൾറെഡി എൻ്റെ മൈൻഡിലുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കറിവേപ്പില വന്നെടുത്തത്. അങ്ങനെ വീട്ടിലെത്തി ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് തപ്പിയപ്പോൾ എനിക്കൊരു ബോക്സ് മഷ്റൂം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ക്രീമി മഷ്റൂം ചിക്കൻ കറി ആക്കാം. ഇന്നിവിടെ മക്കളൊന്നും ഇല്ല കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഫുഡൊക്കെ രാവിലെ പ്രിപ്പയർ ചെയ്യും. ഞാനും റിസ്വാൻക്കയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലിനിക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. ആ സമയത്ത് എന്താണോ ഫ്രിഡ്ജിലുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ഡിഷാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലെത്താറ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ മഷ്റൂം ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ 2 ദിവസം മുന്നേ ഓപ്പൺ ചെയ്തിട്ടുള്ള ഫ്രഷ് ക്രീമിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഫ്രഷ് ക്രീം ഒന്നും അധിക ദിവസം ഇരിക്കൂല കേട്ടോ. പിന്നെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് 2 ദിവസം വെച്ച് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ആ ഫ്രഷ് ക്രീം ഫിനിഷ് ചെയ്യണം. പിന്നെ മഷ്റൂം ഉണ്ട്, പിന്നെ ചിക്കൻ. എന്തെങ്കിലും ഒരു നോൺ വെജ് ആകുമ്പോൾ രസമാണല്ലോ. അപ്പോൾ ചിക്കൻ ഞാനിതുപോലെ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിക്കൻ വാങ്ങിക്കൂലേ, ആ സമയത്ത് അതിലുള്ള ഈ തുണ്ട് കഷ്ണങ്ങളില്ലേ, ഈ ബ്രസ്റ്റ് പീസസ്, അത് ഞാൻ കറിയിലോ പൊരിക്കാനോ ഒന്നും എടുക്കൂല കേട്ടോ. അത് ഇതുപോലെ നല്ലോണം വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് ഞാനത് ചെറിയ ചെറിയ പാക്കറ്റ്സ് ആക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കും കേട്ടോ. അതിതുപോലെ എന്തെങ്കിലും സാൻഡ്വിച്ചസോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിക്കൻ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത ചിക്കൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ബോൺലെസ് ആണ്. അങ്ങനെ ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഓണിയൻ എടുത്തിട്ട് നല്ലോണം ചോപ്പ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ഗാർലിക്ക്, ഒരു 5-6 ഗാർലിക്കും എടുത്തിട്ട് നല്ലോണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തു. പിന്നെ ഞാൻ മഷ്റൂമും ഇതുപോലെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതും ഇതുപോലെ കട്ട് ചെയ്ത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തലേ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്ന വീറ്റ് പൊറോട്ട ഉണ്ട് കേട്ടോ.
അപ്പം പിന്നെ ഞാൻ ജസ്റ്റ് കറി മാത്രം പ്രിപ്പയർ ചെയ്താൽ മതിയല്ലോ. ഈ ഡിഷ് നമുക്ക് മഷ്റൂം വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, ചിലർക്ക് മഷ്റൂം തീരെ ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ മഷ്റൂം ഒന്നും വലിയ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ വേറെയും വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടാക്കാം. നല്ല മറ്റേ സ്വീറ്റ് കോൺ ഇല്ലേ, സ്വീറ്റ് കോൺ അല്ലെങ്കിൽ ബേബി കോൺ അല്ലെങ്കിൽ ബ്രോക്കലി. അപ്പോൾ ബ്രോക്കലിയൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. ബ്രോക്കലി വെച്ചിട്ടുണ്ടാക്കാം. അതായത് ഈ മഷ്റൂമിനെ ഏതെങ്കിലും ഒരു വെജിറ്റബിളായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് എല്ലാവരും കോമൺ ആയിട്ട് വാങ്ങിക്കുന്ന സാധനമാണ് ക്യാരറ്റ്. ക്യാരറ്റ് വെച്ചിട്ടും നമുക്ക് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഇനി ഒരു ക്യാരറ്റും അല്ലെങ്കിൽ കുറച്ച് പീസോ കോണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ കുക്ക് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. കാരണം ക്യാമറ എവിടെ വെച്ചാലാണ് ഇത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുക, ഏത് ആംഗിളിൽ വെച്ചാലാണ് എന്നൊക്കെ ഭയങ്കര നോക്കി കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നമ്മുടെ മുന്നിൽ ക്യാമറ വെക്കാനുള്ള സ്പേസ് ഇല്ലല്ലോ, നമ്മളെ ബാക്കിൽ നിന്നാണല്ലോ ക്യാമറ നമ്മൾ ആക്സസ് ചെയ്യണത്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഷൂട്ട് ചെയ്ത് തരാനും ആരുമില്ല കേട്ടോ. ഞാനിത് ട്രൈപോഡിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം നമ്മൾ വെച്ച ഫ്രെയിമൊക്കെ കറക്റ്റ് അല്ലേന്ന്. അപ്പോൾ ഇങ്ങനെ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലർക്ക് അതിൽ തുണ്ട് കഷ്ണങ്ങളൊന്നും തീരെ താല്പര്യമില്ലല്ലോ. നമ്മൾ കറിയിലൊന്നും ഇട്ടാൽ ഒരു മസാല പിടിക്കാത്ത പോലെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ തുണ്ട് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റാക്കി മാറ്റി വെച്ചാൽ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മെക്രോണി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ, പിന്നെ അതുപോലെ സമൂസ ഉണ്ടാക്കാൻ, ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ ഇതുപോലത്തെ തുണ്ട് കഷ്ണങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ആ തുണ്ട് കഷ്ണങ്ങളും കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് വലിയ ചെറിയ പീസല്ല, എന്നാൽ അത്യാവശ്യം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ആദ്യം ആഡ് ചെയ്തത് ഒരു സ്പൂൺ കോൺഫ്ലവർ ആണ്. പിന്നെ ഞാൻ ആഡ് ചെയ്തത് ഒരു സ്പൂൺ സോയാ സോസ്. സോയാ സോസ് ആഡ് ചെയ്താൽ മീറ്റ് ഒന്നും കൂടെ ഒന്ന് ടെൻഡർ ആവും കേട്ടോ, ഒന്ന് സോഫ്റ്റ് ആവും. പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ഡ്രൈഡ് പാഴ്സ്ലി, കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ ആ ചിക്കനിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ചിക്കൻ അതിൽ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുക. നമ്മൾ ചില റെസിപ്പീസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇൻഗ്രീഡിയൻ്റ് ഇല്ല, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പാഴ്സ്ലി ഇല്ല, അപ്പം മതി ഇനി ഞാനത് ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഒരു 1-2 ഇൻഗ്രീഡിയൻ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് ഏകദേശമൊക്കെ ആ ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഈ ചിക്കനിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഇതിന് കൊടുക്കുന്നത് സോയാ സോസാണ്. ആ സോയാ സോസ് മിക്കവാറും എല്ലാ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ സോയാ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പാഴ്സ്ലി ലീവ്സ് ഒന്നും ഇല്ലെങ്കിലും ഈ ഡിഷ് നിങ്ങൾ ധൈര്യമായിട്ട് പ്രിപ്പയർ. അങ്ങനെ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പാൻ ഹീറ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. ഇത് ഞങ്ങൾ ഐക്കയിൽ നിന്ന് വാങ്ങിച്ചൊരു നോൺ സ്റ്റിക്ക് പാനാണ്. നല്ല അടിപൊളി പാനാണ്, ഞാൻ കുറേ ആയി യൂസ് ചെയ്യുന്ന. പക്ഷേ ഇതുവരെ അതിൻ്റെ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു എഫിഷ്യൻസി, ആ നോൺ സ്റ്റിക്ക് ചിപ്പ് ചെയ്ത് പോയ ഒന്നും ആയിട്ടില്ല കേട്ടോ. നല്ലോണം ലാസ്റ്റ് ചെയ്തിട്ടുണ്ടത്. അങ്ങനെ പാന് നല്ലോണം ചൂടായ ശേഷം പാൻ തീ കുറച്ചിട്ട് ഞാൻ ബട്ടർ ഇട്ടു. നമ്മൾ ബട്ടർ ഇടുമ്പോൾ നല്ല ചൂടായ പാനിലേക്ക് പെട്ടെന്ന് ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ ബട്ടർ അങ്ങ് കരിഞ്ഞ് കളർ മാറിപ്പോവും. അപ്പോൾ അങ്ങനെ ആവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ചെറിയ തീയിൽ ഇട്ടിട്ട് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഈ ചിക്കൻ പീസസ് എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കൂട്ടാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഫ്ലിപ്പ് ചെയ്താൽ ഇതുപോലെ നല്ല ബ്രൗൺ കളറാവും. പിന്നെ നമ്മൾ സോയാ സോസൊക്കെ ഒഴിച്ചതുകൊണ്ട് ചിക്കൻ പീസസൊക്കെ വേഗം കുക്കായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബട്ടർ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള സൺഫ്ലവർ ഓയിലൊക്കെ ഇത് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ കുറച്ചും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ബട്ടർ എടുത്തത്. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ആയി വരുന്ന ടൈം കൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ അടുത്ത റെസിപ്പിക്കുള്ള ഒരു മസാല റെഡിയാക്കാമെന്ന്. ഒന്നുമില്ല കേട്ടോ, നമ്മൾ കാടമുട്ട ഫ്രൈ ഇല്ലേ, കാടമുട്ട മസാല, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ട്രേ കാടമുട്ട കുറേ ദിവസമായി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നതിന് പകരം അതുണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആദ്യം ആഡ് ചെയ്തത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി,
പിന്നെ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാനൊരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് കശ്മീരി ചില്ലി പൗഡറും. അത് അതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ടതാട്ടോ. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച്. ആകെ 10 കാടമുട്ടയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് ക്വാണ്ടിറ്റിയിൽ അതിനുള്ള മസാല പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം കേട്ടോ. ലെമൺ ഞാനൊരു 1/2 ലെമണേ ഞാൻ സ്ക്വീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്ക്വീസ് ചെയ്തപ്പോൾ അതിനകത്തുള്ള കുരുവെല്ലാം അതിലേക്ക് വീണ് പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് മാറ്റി. അങ്ങനെ ഈ ഒരു മിക്സ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തു കേട്ടോ. ഇത് നമുക്ക് കാടമുട്ട വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, നമ്മളെ സാധാ മുട്ടയില്ലേ, സാധാ കോഴിമുട്ട, അതിലും ഇതുപോലെയൊക്കെ പ്രിപ്പയർ ചെയ്യേ. സാധാ കോഴിമുട്ട നല്ലോണം പുഴുങ്ങിയിട്ട് കത്തിയോണ്ട് ചെറുങ്ങനെ വരിക, എന്നിട്ട് അതിന്മേൽ ഈ മസാല തേച്ചിട്ട് ഒന്ന് പാനിൽ വെച്ചിട്ട് ചൂടാക്കിയാൽ മതി. അതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി. ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ബട്ടറിൽ തന്നെ, ഞാൻ പിന്നെ എക്സ്ട്രാ ബട്ടറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ബട്ടറിലേക്ക് തന്നെ ഞാൻ ആദ്യം ഗാർലിക് ആഡ് ചെയ്തു. ഗാർലിക് ഒന്ന് ഒരു സ്മെല്ലൊന്ന് മാറിയാൽ മതി കേട്ടോ. അധികം ബ്രൗൺ കളർ ആവാൻ വെയിറ്റ് ചെയ്യണ്ട. ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഗാർലിക്കിൻ്റെ ടേസ്റ്റ്. ഇനി ഗാർലിക് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നേരെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഓണിയൻ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളുടെ ഈ ഒരു ഡിഷില്ലേ അത്ര സ്പൈസി ഒന്നുമല്ല കേട്ടോ. അപ്പോൾ പക്ഷേ എനിക്ക് കുറച്ച് സ്പൈസൊക്കെ വേണം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തു. ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം ആഡ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഈ ഗാർലിക്കും അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഒന്ന് നല്ലോണം സോട്ടായതിന് ശേഷം അതിലേക്ക് ഓണിയൻ ആഡ് ചെയ്യാം. ഓണിയനും അതുപോലെ നല്ലോണം സോഫ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻ്റ് ആവണ വരെ നല്ലോണം വഴറ്റുക. പക്ഷേ ഓവറായിട്ട് വഴറ്റണ്ട കേട്ടോ. അതായത് അതിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ കളറാവൂലേ, ആ രീതിയിലേക്ക് വഴറ്റണ്ട. അപ്പോൾ ഓണിയനിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിലേക്ക് നമ്മളുടെ മഷ്റൂംസ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യുക. നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യണം. പിന്നെ പൊതുവേ മഷ്റൂംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യണം കേട്ടോ. മഷ്റൂമിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കൂടും. അപ്പോൾ ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിഷ് തന്നെ ഫ്ലോപ്പ് ആവും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ മഷ്റൂംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിം ആക്കി വെക്കണം കേട്ടോ. കാരണം ഈ മഷ്റൂമിൻ്റെ അകത്തുനിന്നും ഒരുപാട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഈ കറി ഭയങ്കര ഒരു സോഗി ആയിട്ട് വരും. പിന്നെ അതായത് ഇങ്ങനെ ഒരു അലിഞ്ഞോണുണ്ടാവും. നമുക്ക് ഇങ്ങനെ ഫ്രൈഡ് പോലെ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലാവില്ല, അത്രയും വെള്ളം ഇറങ്ങും അതിനകത്തുനിന്ന്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ ആ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മഷ്റൂം കുക്കായി കഴിഞ്ഞാൽ നമ്മളുടെ കറീൻ്റെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കാടമുട്ട മസാല ഉണ്ടാക്കാനുള്ള കാടമുട്ട ബോയിൽ ചെയ്യാൻ വെക്കുക. എന്നാൽ പിന്നെ മഷ്റൂം കറി റെഡി ആകുമ്പോഴത്തേക്കിനും നമ്മളെ കാടമുട്ട മസാലയും റെഡിയാക്കി എനിക്ക് വേഗം കിച്ചണിൽ സ്ഥലം വിടാമല്ലോ. ഇവിടെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഓൺ സ്വീറ്റ് ടൈം എടുത്തിട്ടാട്ടോ ഇതൊക്കെ കുക്ക് ചെയ്യുന്നത്. ശരിക്കും എൻ്റെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ എല്ലാ കുക്കിങ്ങും ഫിനിഷ് ചെയ്യും. പക്ഷേ ഇത് ഞാൻ ഓരോ ഐറ്റം ഉണ്ടാക്കാനും ഞാൻ ട്രൈപോഡും ഫോണും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കാടമുട്ട ഞാൻ പാക്കറ്റിൽ നിന്നൊക്കെ ഓപ്പൺ ചെയ്ത്, ഞാൻ മുട്ട എപ്പോൾ വാങ്ങിച്ചാലും ആദ്യം നല്ലോണം ഒന്ന് വാഷ് ചെയ്യും കേട്ടോ. എപ്പോഴും നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ടാകുന്നൊരു സാധനമാണ് കേട്ടോ മുട്ട. അപ്പോൾ അത് എപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നാലും ഞാനിതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ട് ഓട്ടയുള്ള കൊട്ടയില്ലേ, ഓട്ടക്കൊട്ടയിൽ നല്ലോണം ഡ്രൈ ചെയ്തതിന് ശേഷം തുടച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുക. വാങ്ങിക്കൊണ്ടുവന്ന പാടെ ഞാൻ വെക്കാറില്ല, എനിക്കത് തീരെ ഇഷ്ടമില്ല.
അങ്ങനെ മുട്ടയൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കിനും വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മെല്ലെ അതിലേക്ക് ആ കാടമുട്ട ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മൾ മഷ്റൂമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് മഷ്റൂംസ്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് നിയർലി ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇത് കുറച്ചും കൂടി ലൂസായിട്ട്, അതായത് നമ്മൾ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം തിക്നെസ് ഉണ്ടാവും കറിക്ക്. കാരണം നമ്മൾ ചിക്കനിൽ കോൺഫ്ലവർ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഫ്രഷ് ക്രീമിൽ ഇത്തിരിയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുലുക്കിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒഴിച്ചിട്ടോ. അത് മാത്രമല്ല, നമ്മളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കുറേ ഫ്രഷ് ക്രീം ആ ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. ഒരുപാട് വേസ്റ്റ് ആവും അല്ലേ. നമ്മൾ എത്രയോ ഗ്രാംസ്, ഇപ്പോൾ 100 അല്ലെങ്കിൽ 150 ഗ്രാം സാധനം വാങ്ങിക്കുമ്പോൾ ഒരു 20 to 30 ഗ്രാംസ് ആ ബോക്സിനകത്ത് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാധനം വേസ്റ്റ് ചെയ്യണത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഫ്രഷ് ക്രീമിൻ്റെ ബോക്സിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം കുലുക്കിയിട്ട് ആ വെള്ളവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും ആഡ് ചെയ്തിട്ടോ. അപ്പോൾ ആ പാത്രത്തിൽ അതിൻ്റെ അടിയിൽ കുറച്ച് ബട്ടർ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ വടിച്ചൊഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് എവിടെയും അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ല. അങ്ങനെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് അത് ഒരു ചെറിയ ഫ്ലെയിമിലിട്ടോ. ചെറിയ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഇങ്ങനെ തിളച്ച് വന്നപ്പോൾ അതിങ്ങനെ തിക്കായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലോണം ഒന്ന് ബോയിലായി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. പിന്നെ അത് തന്നെ ഇരുന്നിട്ട് ഒന്ന് തിക്കാവും കേട്ടോ. കാരണം ആ ചിക്കനിലെ കോൺഫ്ലവറൊക്കെ ആയിട്ട് നല്ലോണം മിക്സ് ആയിട്ട് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഒന്നും കൂടെ തിക്നെസ് കൂടും. പിന്നെ ലാസ്റ്റ് ഒരു സീസണിങ് എന്നുള്ള രീതിയിൽ ആവശ്യത്തിന് സോൾട്ട്, അതുപോലെ പെപ്പർ, ഒറിഗാനോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇത് എന്തിൻ്റെ കൂടാണ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നല്ല പൊറോട്ട, പിന്നെ അല്ലെങ്കിൽ അപ്പം, അതിനൊക്കെ കോമ്പിനേഷനാണ്. ഇനി മാത്രമല്ല, നിങ്ങൾക്ക് കുറച്ച് ഒരു ഡിഷ് മാറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും മാക്രോണി കിട്ടും അല്ലേ. ഇപ്പോൾ എല്ലാ പലചരക്ക് കടയിൽ വരെ നമുക്ക് മാക്രോണി വാങ്ങിക്കാൻ കിട്ടും. അപ്പം അത് ബോയിൽ ചെയ്തിട്ട് അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി മക്രോണിയായി. കുറച്ച് ചീസൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര യമ്മി ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇനി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുനുകുനാ അരിഞ്ഞിട്ടാൽ മതി വെജിറ്റബിൾസ്. അപ്പോൾ അത് വല്ലാണ്ട് പെറുക്കാനും എടുക്കാനും ഒന്നും അവർക്ക് കിട്ടൂല കേട്ടോ. പിന്നെ നമുക്ക് ഫ്രഷ് ക്രീം എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീമിന് പകരം നല്ല പാൽ ഒഴിച്ചാലും മതി കേട്ടോ. ഇനി പാലും ഇല്ല ഫ്രഷ് ക്രീമും ഇല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം തേങ്ങാപ്പാൽ, നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്തൊഴിച്ചാൽ കുറച്ചും കൂടെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിഷിനെ നമുക്ക് പല രീതിയിലും നമുക്ക് നമ്മളെ കയ്യിലുള്ള അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് എന്തൊക്കെ സാധനം നമുക്കപ്പോൾ കയ്യിലുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ നല്ലോണം ബോയിലായി. ഈ കാടമുട്ട തൊലിക്കൽ ചെറിയൊരു ടാസ്ക് ആട്ടോ. പിന്നെ ഒരു 10 എണ്ണം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാടമുട്ട വേവിക്കുമ്പോൾ ഞാനങ്ങനെ ടൈമൊന്നും നോക്കാറില്ല കേട്ടോ. നേരെ മറിച്ച് നമ്മുടെ സാധാ കോഴിമുട്ട വേവിക്കുമ്പോൾ ഞാൻ കറക്റ്റ് ടൈം നോക്കിയിട്ടാണ് അത് ബോയിൽ ചെയ്ത് എടുക്കുക. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള എഗ്സ് ഇഷ്ടമല്ല. ഞാൻ വെള്ളം വെച്ചിട്ട് വെള്ളം നല്ല ബോയിലിംഗ് ആകുമ്പോഴാണ് മുട്ട ഇടാറ്. അപ്പോൾ ഈ തിളച്ച് കഴിഞ്ഞ് നമുക്കൊരു 6 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് വാച്ചൊക്കെ വെച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉള്ളിൽ സോഫ്റ്റ് എഗ്ഗൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എഗ്ഗ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ കാടമുട്ട മസാലയും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ ഇന്നത്തെ കുക്കിംഗ് തീർന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. പാനിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ മസാലേൻ്റെ കൂട്ടില്ലേ അതിട്ടു കേട്ടോ. വേറെ എക്സ്ട്രാ എണ്ണയോ ബട്ടറോ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല. കാരണം നമ്മൾ ആ മസാലയിൽ ഓൾറെഡി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ മസാലയും ഫ്രൈങ് പാനിലേക്ക് ഇട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടോ. ആ പാത്രത്തിലുള്ള ആ ഒരു മസാല ഫുള്ളി ഇതിലേക്ക് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതിങ്ങനെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ വെള്ളം ഇങ്ങനെ വറ്റി വരുന്നതിനനുസരിച്ചിട്ട് ആ മസാല ആ മുട്ടമ്മലേക്ക് പിടിക്കും. ഇങ്ങനെ മുട്ട മസാല ആക്കിയിട്ട് എടുക്കുമ്പോൾ നമ്മളധികം എണ്ണ ഒഴിക്കരുത് കേട്ടോ. എണ്ണ വളരെ കുറവേ പാടുള്ളൂ.
എന്നാലേ ആ മസാല ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മൾ ആ മുട്ടമ്മിലേക്ക് ഒട്ടിപ്പിടിച്ച് വരുള്ളൂ കേട്ടോ. ഇതിലേക്ക് വളരെ ചെറുതാക്കി അരിഞ്ഞ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ മല്ലിയിലയും കറിവേപ്പിലയും ആ മസാലയൊക്കെ നമ്മൾ മുട്ടമ്മലേക്ക് നല്ലോണം പറ്റി പിടിക്കും കേട്ടോ. ഫ്രൈങ് പാനിൽ മസാല കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, എല്ലാം നമ്മൾ മുട്ടമ്മലേക്ക് തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളധികം ഓയിലോ അല്ലെങ്കിൽ എണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇത് നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണത്. ഇപ്പോൾ മക്കളുണ്ടാവുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ അധികം ഉണ്ടാക്കും കേട്ടോ. മാത്രമല്ല അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാട്ടോ കഴിക്കാനൊക്കെ ഇരിക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ അത് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ അന്ന് നല്ല മഴയായതുകൊണ്ട് നമ്മൾ നോമ്പ് തുറക്കാൻ പിന്നെ വേറെ ജ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. കുറച്ച് വെള്ളവും അതുപോലെ കുറച്ച് ഡേറ്റ്സും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ അതുപോലെ പഴം പുഴുങ്ങിയതൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നു കേട്ടോ. നോമ്പ് തുറക്കാനൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ടയേർഡായി. പിന്നെ നമ്മൾ പണി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ സിങ്കിൽ ഒരുപാട് പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഞാനിങ്ങനെ ഓരോ പണീൻ്റെ ഇടയ്ക്ക് വരുന്ന പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകി വെക്കും. എനിക്കിങ്ങനെ ഒരുപാട് ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യണത് വലിയ ഇഷ്ടമല്ല. ഉണ്ടാക്കാനുള്ളത് വേഗം ഉണ്ടാക്കിയിട്ട് ഞാൻ സ്ഥലം വിടും. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായപ്പോഴത്തേക്കും നമ്മൾ കറിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പോൾ ഈ റെസിപ്പീസൊക്കെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. മാത്രമല്ല നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് കുറേ എഫേർട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.